നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തണ്ടർ സ്റ്റോമൊക്കെ ഉണ്ടായിട്ട് കളി വൈകി അവസാനിച്ചതാണല്ലോ ഇന്നലത്തെ ഫ്രാൻസിൻ്റെ കളി. അത്ര സുഖകരമായൊരു അനുഭവമല്ല എന്ന് എംബാപ്പെ കളിക്ക് ശേഷം പറയുന്നുണ്ട്. കാരണം ലോക്കർ റൂമിൽ കളി പിന്നെ ഫോക്കസ് ചെയ്ത് തന്നെ ഇരിക്കുക, ഫോക്കസ് മാറാതിരിക്കുക, അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ഇത് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഇത്തരം പ്രശ്നങ്ങൾ US കളി നടക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ളത്. മറ്റെവിടെയും ഇല്ലാത്ത കുറേ റൂളുകൾ ഉള്ളതുകൊണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇതുണ്ടായിട്ട് താരങ്ങളൊക്കെ വലിയ രൂപത്തിൽ എതിർപ്പ് പറഞ്ഞിരുന്നു. അല്ല, ഇതിപ്പോൾ കഴിഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കളിയുടെ സമയത്താണ് ഇങ്ങനെ സമയം വൈകിട്ട് കളി പോകുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ. ഈ ഒരു ഏഷ്യൻ രാജ്യത്ത് അങ്ങനെ നടക്കുമ്പോൾ യൂറോപ്യന്മാർക്ക് തീർച്ചയായിട്ടും പോട്ടലായിരിക്കും. ഇവിടെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഇത് തുടക്കത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മളതിനെക്കുറിച്ച് വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. അന്ന് MLS അങ്ങനെ കളി മാറ്റി വെക്കാറില്ലല്ലോ എന്നൊക്കെ കമൻറ്റ് കണ്ടു. അത് MLS നിങ്ങൾ ഫോളോ ആയതുകൊണ്ടാണ്. MLS ഫോളോ ചെയ്യുന്നവർക്കറിയാം എത്ര കളികൾ മാറ്റി വെക്കാറുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമല്ല, അതുപോലെ തന്നെ അതനുസരിച്ചുള്ള റൂളുകളും അല്ല. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ വേൾഡ് കപ്പും അനുഭവിക്കേണ്ടതുണ്ട്, അനുഭവിക്കുന്നു എന്ന് മാത്രം. എന്തായാലും എംബാപ്പെ ഇന്നലെ 2 ഗോൾ അടിച്ചു. ഇറാഖിനെതിരെ 2 ഗോൾ എംബാപ്പയുടെ വക. അപ്പോൾ മെസ്സി എംബാപ്പെ ഒരു പോരാട്ടമാണ്. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച താരമെന്ന റെക്കോർഡിനായിട്ട് മെസ്സി 18 ഗോളായി, എംബാപ്പെ ഇപ്പോൾ 16 ഗോളായിട്ടുണ്ട്. അപ്പോൾ എംബാപ്പെ പറയുന്നു, മെസ്സി എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ നോക്കാറില്ല, അത് നോക്കിയാൽ പിന്നെ ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് മെസ്സി എന്ത് ചെയ്യുന്നു ഞാൻ നോക്കാറേയില്ല എന്നാണ് പറയുന്നത്. മെസ്സിയോട് വലിയ ബഹുമാനമുള്ള ആളാണ് എംബാപ്പെ. നമുക്കറിയാതെ പല പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അവർ ഒരുമിച്ച് PSG ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ കളിക്ക് ശേഷം മെസ്സിയുടെ പ്രകടനത്തെക്കുറിച്ച് ചോദിക്കുന്നു. അതായത് ഫ്രാൻസ് വേഴ്സസ് ഇറാഖ് മത്സരം ഏകപക്ഷീയമായ 3 ഗോളിന് ഫ്രാൻസ് ജയിച്ച ശേഷം എംബാപ്പയോട് ചോദിക്കുന്നു, മെസ്സിയുടെ പ്രകടനത്തെക്കുറിച്ച് എന്ത് പറയുന്നു, മെസ്സിയും ഗോളടിച്ച് കൂട്ടുകയാണല്ലോ, ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ മറുപടി, ലിയോ എല്ലായ്പ്പോഴും ഗോളടിക്കും, അതേ എല്ലായ്പ്പോഴും അങ്ങനെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടേ ഞാൻ ലിയോ എന്ത് ചെയ്തു എന്നുള്ളത് ഫോക്കസ് ചെയ്യാൻ പോയാൽ ഞാൻ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് ഞാനൊരു ശ്രദ്ധയും കൊടുക്കാറില്ല, ഞാനത് ശ്രദ്ധിക്കാറേയില്ല. ഞാൻ ആകെ ചിന്തിക്കുന്നത് എൻ്റെ ടീമിനെ കുറിച്ചാണ് എന്നാണ് എംബാപ്പയുടെ മറുപടി. ഇതിൽ എംബാപ്പെ എന്ന് പറയുന്ന താരം വേൾഡ് കപ്പിൽ ഇപ്പോൾ 18 ഗോളുകളുമായിട്ട് മെസ്സി ഒന്നാമതാണെങ്കിലും 16 ഗോളുകളായിട്ട് രണ്ടാമതെന്ന് പറഞ്ഞില്ല. മെസ്സിയേക്കാൾ എത്രയോ കുറച്ച് കളികളാണ് എംബാപ്പെ വേൾഡ് കപ്പ് കളിച്ചത്. മെസ്സി 28 കളികളും എംബാപ്പെ 16 കളിയാണ്. അപ്പോൾ 28 കളിയിൽ നിന്നാണ് മെസ്സിയുടെ 18 ഗോളുകളെങ്കിൽ എംബാപ്പയുടെ കളി 16 കളിയിൽ നിന്നാണ് 16 ഗോളുകൾ. എംബാപ്പെ വേൾഡ് കപ്പ് കളിക്കാൻ തുടങ്ങിയത് 2018 അവിടെ ആ കാലം മുതലുള്ള വേൾഡ് കപ്പിലെ അവിടെ മുതൽ അങ്ങോട്ട് വേൾഡ് കപ്പിൽ കൂടുതൽ ഗോളടിച്ച ആരാന്ന് വെച്ചാൽ എംബാപ്പയാണ്, 16 ഗോളുകൾ. രണ്ടാമതാണ് മെസ്സി. അവിടെ മുതൽ അങ്ങോട്ടുള്ള കണക്കിൽ മെസ്സിയുടെ പേരിൽ 13 ഗോളാണ്. ഹാരി കെയ്ൻ മൂന്നാമതാണ്, 10 ഗോളുകൾ. കൊടി ഗാക്പോ ആണ് പിന്നെ ഉള്ളത്, 5 ഗോളുകൾ. ഇപ്പോൾ പലരും പറയും ടീം നോക്കണ്ടേ, ഏത് ടീമിലാണ് കളിക്കുന്നതെന്ന്. അർജൻറ്റീന അത്ര മോശം ടീമാണെന്ന അഭിപ്രായം എനിക്കില്ല. ഒരു കാലത്തും അത്ര മോശം ടീമായിട്ട് ഞാൻ അർജൻറ്റീനയെ കണ്ടിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ ഈ സംവാദങ്ങളിലും മറ്റുമൊക്കെ തൂക്കം ഒപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയാറ് ചിലരുണ്ടെന്ന് മാത്രം. രണ്ടുപേരും നല്ല ടീമിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ ഗോളുകളൊക്കെ വന്നിട്ടുമുള്ളത്. അതുകൊണ്ട് അത് പറഞ്ഞ് നമ്മൾ എംബാപ്പയുടെ പ്രകടനത്തിൻ്റെ ആ ഒരു മാറ്റ് കുറക്കാൻ നോക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങ് അംഗീകരിച്ചേക്കുക എന്ന്, ആര് നന്നായി കളിച്ചാലും അങ്ങ് അംഗീകരിച്ചേക്കുക, അതത്രയല്ലേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഞാൻ പറയട്ടെ. ഇപ്പം എംബാപ്പെ ഈ വേൾഡ് കപ്പിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഗോളടിച്ചുകൊണ്ട് വരികയാണല്ലോ. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടിലധികം ഗോളുകൾ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ അടിച്ച താരമെന്ന റെക്കോർഡ് ഇതാ എംബാപ്പെ സ്വന്തമാക്കുന്നു. 2ലധികം ഗോളുകൾ അടിച്ച കൂടുതൽ കളി, അതായത് 6 കളികളിൽ എംബാപ്പെ വേൾഡ് കപ്പിൽ 2ലധികം ഗോളുകൾ അടിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് സാൻഡോർ കോക്സിസും ജസ്റ്റിൻ ഫോണ്ടൈനും മിറോസ്ലാവ് ക്ലോസയും റൊണാൾഡോ നസാരിയും ലിയോ മെസ്സിയും ഒക്കെയാണ്. അവർ 4 കളികളിലാണ് 2ലധികം ഗോളുകൾ, 2ഓ അതിലധികമോ ഗോളുകൾ നേടിയിട്ടുള്ളത്. എനിവേ, എംബാപ്പയുടെ ഒരു മികച്ച പ്രകടനം നമ്മൾ ഈ വേൾഡ് കപ്പിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എംബാപ്പെ ഈ ഒരു ടീമിൻ്റെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഐ ഫീൽ ഗ്രേറ്റ്. എല്ലാവർക്കും അറിയാം വേൾഡ് കപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു താരത്തെക്കുറിച്ച് അത് എത്രത്തോളം പ്രധാനപ്പെട്ട ലക്ഷ്യമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ റയൽ മാഡ്രിഡിലെ ഒരു ബെസ്റ്റ് പോസിബിൾ സീസൺ ആവാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത്. പക്ഷേ എനിക്ക് ഒരു സീരിയസ് ഇഞ്ചുറി ജനുവരിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ എൻ്റെ ബെസ്റ്റ് പോസിബിൾ ഷേപ്പിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഞാൻ അങ്ങനെയാണ്. ഈ വേൾഡ് കപ്പിൽ ഞാൻ ഗുഡ് കണ്ടീഷനിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ ഈ തണ്ടർ സ്റ്റോമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കളി തടസ്സപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് വാസ് എ വെരി ലോങ് നൈറ്റ്. ഒരുപാട് സമയം വെറുതെ പോയി, ഇമോഷണലി ആൻഡ് ഓൾസോ
വിത്ത് ലോട്ട് ഓഫ് നെർവ്സ്. അതുകൂടി നമ്മൾ പറയണം. ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഒട്ടും എളുപ്പമായിരുന്നില്ല. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഓൾമോസ്റ്റ് 2 മണിക്കൂറോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കളി വൈകുക എന്ന് പറയുമ്പോൾ ലോക്കർ റൂമിൽ ഇരിക്കുക, സ്റ്റേയിങ് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് നമ്മൾ ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും സ്റ്റേ ഇൻവോൾവ് ആയിട്ട് തന്നെ ഇതിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചു. വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യമാണ്. ബട്ട് ഇൻ ദി എൻഡ് വി അച്ചീവ്ഡ് അവർ ഗോൾ എന്ന് എംബാപ്പെ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.